വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ഒരു 17-18 വയസ്സിലൊക്കെ മിമിക്രി രംഗത്തോട്ട് കടന്നു വന്ന ആളാണ് ജയറാം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ജയറാം പ്രീ ഡിഗ്രിക്ക് കഴിഞ്ഞ സമയത്ത് കലാഭവനിൽ വരുന്നു, സജീവമായിട്ട് കലാഭവനിൽ. അതിന് മുമ്പ് അവിടുത്തെ ലോക്കൽ മിമിക്രി ഒക്കെ ആയിട്ട് നടന്നിരുന്നതാണ്. പിന്നീടാണ് കലാഭവനിൽ വരുന്നത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അന്ന് സിദ്ദിഖ് ലാലിൻ്റെ അവരുടെ ഒരു കാലത്ത് സിദ്ദിഖും ലാലും ഒക്കെ സിനിമയിലേക്ക് പോയ ശേഷം ലാലിന് പകരമാണ് ജയറാം വന്ന് കലാഭവനിൽ വന്നത്. സിദ്ദിഖ് ആദ്യം പോയി, പിന്നീട് ലാല് കലാഭവനിൽ മാറി. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ് ജയറാം വരുന്നത്. പിന്നീട് ജയറാം പോയ ശേഷമാണ് ദിലീപ് വരുന്നതൊക്കെ. അപ്പോൾ അന്ന് കലാഭവനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് പത്മരാജൻ്റെ അപരൻ എന്ന് പറയുന്ന ഒരു സിനിമ. നമ്മളത് അപരൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അന്ന് മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാതെ വേറെ ആരെ അഭിനയിപ്പിക്കും എന്നാലോചിച്ച് ഒരു പുതുമുഖ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ എന്ന് പത്മരാജൻ ആലോചിച്ച സമയത്താണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പത്മരാജൻ്റെ അടുത്ത സുഹൃത്തും ജയറാമിൻ്റെ വലിയച്ഛനോ ചെറിയച്ഛനോ എന്തായാലും അച്ഛൻ്റെ സഹോദരനാണ് അദ്ദേഹം ഇങ്ങനെ മരുമകനെ റെഫർ ചെയ്യുന്നതും. ആ സമയത്ത് പത്മരാജൻ്റെ മകൻ ആനന്ദ പത്മനാഭൻ കലാഭവൻ്റെ ഒരു മിമിക്രി കാസറ്റ്, ഗൾഫ് പ്രോഗ്രാമിൻ്റെ ഒരു മിമിക്രി കാസറ്റ് കണ്ട് അച്ഛനെ കാണിക്കുന്നൊക്കെയാണ് പത്മരാജനെ. അങ്ങനെയാണ് ജയറാം വരുന്നത്.